അടിമാറിൻ്റെ അവിടെ അതിനോടൊപ്പം വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ ഒരു ഭാഗം ഏകദേശം കഴിഞ്ഞ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ സൈഡ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. തുമ്പൊപ്പം മെയിൻ പീസിനോടൊപ്പം തുമ്പ് ഒട്ടി ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം നമ്മൾ അടിച്ചു മുറിച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും അടിച്ചു മുറിക്കണം. അപ്പോൾ വേറൊരു പീസ് കൂടെ റെഡിയാക്കി വെച്ചിരുന്നു. അതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് അരയിഞ്ച് തുമ്പ് ഗ്യാപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുക. അരയിഞ്ച് തുമ്പ് ഇട്ടിട്ട് അത് അടിച്ചു മുറിച്ചതുപോലെ തന്നെ ഇതിനെയും അടിച്ചു മുറിച്ചെടുക്കുക. ഓപ്പോസിറ്റ് ഭാഗം ഇതിനെ അടിച്ചു മുറിക്കുക. ആ വശം ചെയ്തതുപോലെ തന്നെ ഈ വശം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പോയിന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. തുമ്പിന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇനി മറ്റേ വശം ചെയ്തതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. തുമ്പൊക്കെ ഇഷ്ടമുള്ള തുമ്പ് ഒഴിവാക്കി കൊടുക്കുക. അപ്പൊ ഏകദേശം ബാക്ക് പാർട്ടിന്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിനെ നമ്മൾ എടുത്തിട്ട് സെയിം മാർക്കില് എല്ലാ വശം നോക്കണം. മാറിപ്പോയാൽ സ്റ്റിച്ച് അയച്ച് രണ്ടാം പണി എടുക്കേണ്ടി വരും. നമുക്ക് സ്റ്റാപ്പിന്റെ അളവൊക്കെ നോക്കാനുണ്ട്. ടോട്ടൽ 6 ഇഞ്ച് നമുക്ക് സ്റ്റാപ്പ് കിട്ടണം. അപ്പോൾ 6 ഇഞ്ചിന് ഇങ്ങനെ അളന്നെടുക്കുക. റെഡിയാണ്. അപ്പോൾ അതിൻ്റെ സെയിം അതേ മാർക്കിൽ തന്നെ അപ്പോൾ കണ്ടു, ഒരു വശം ചെയ്ത് കഴിഞ്ഞു. അടുത്ത വശം കൂടെ ചെയ്യുമ്പോൾ ഫ്രണ്ട് ബോഡി പാർട്ട് യോക്കിന്റെ വർക്ക് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ അത് ചെയ്ത പോലെ തന്നെ അതേ മാർക്കിങ്ങിൽ
കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഉള്ളും പുറം മാറാതെ ശ്രദ്ധിക്കുക. ഉള്ളിലോട്ട് തുമ്പ് വെച്ച് കൊടുത്ത് നല്ല വശത്തുനിന്ന് തയ്ച്ചു കൊടുക്കുക. വെക്കുന്ന സമയത്ത് ഈ സ്ട്രാപ്പിന്റെ അളവ് രണ്ടും ഒരേ അളവല്ലേ നോക്കണം. ഇതേ അളവ് തന്നെ അതുമായിരിക്കണം, അതില്ലെങ്കിൽ കയറി ഇറങ്ങിപ്പോവും. 6.5 ഓക്കെ. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് യോക്ക് എന്ന് പറയും. യോക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതണ്ട സ്ട്രാപ്പിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ബോഡി ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിന്റെ താഴോട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുണ്ട്. ഇതാ ബോഡി പാർട്ട് കഴിഞ്ഞു. നമ്മൾ വീഡിയോ കാണിച്ചിരുന്ന ഫോട്ടോയുടെ ബോഡി പാർട്ട് യോക്ക് അഥവാ എന്ന് പറയും. അതിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടാകും. ചെറിയ കുട്ടികൾക്ക് എന്ത് ഭംഗിയായിരിക്കും അറിയാം തയ്ച്ചിട്ടുള്ളത്. ഇനി ഇതിമേ അതൊന്നുമല്ല, ഇനിയും വർക്ക് ഒരുപാട് വരാനുണ്ട്. ഞാൻ സാവധാനം വയ്ക്കുന്ന സ്റ്റിച്ചിങ് കാണിച്ചത്. ഇവിടെ ഒരു പട്ട വരാനുണ്ട്. ലാസ്റ്റ് ഫ്രണ്ടില് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ബോ വരും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിമേ നല്ല ഭംഗിയായിരിക്കും ചെറിയ കുട്ടികൾക്ക് ഇട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ബോഡി പാർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിന് മാറ്റി വെക്കുക. അതിൻ്റെ അളവ് നോക്കുക. നമുക്ക് വേണ്ട അളവ് നമ്മളിവിടെ അളവുണ്ട്. ആ അളവിന് പ്രകാരം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ 12 ഇഞ്ചാണ് വൺ സൈഡ് കിട്ടേണ്ടത്. അപ്പോൾ 12 ഇഞ്ചിന് ഒരു പീസ് എടുക്കുക. ഈ പീസ് എടുത്ത് നമ്മൾ പ്ലേറ്റ് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഫ്ലവർ വർക്ക് ഉണ്ട്. ഈ വർക്കുകൾ നമ്മൾ പ്ലേറ്റിന്റെ ഗൗൺ അടിച്ച് കഴിയുമ്പോൾ അങ്ങനെ കുത്തനെ വരരുത്.